ഉത്തരേന്ത്യയിലെ ശൈത്യ തരംഗത്തിനിടെ ഡൽഹിയിൽ വായു മലിനീകരണവും രൂക്ഷമാകുന്നുവെന്ന നടുക്കുന്ന റിപ്പോർട്ട് വരുന്നു. ആനന്ദ് വിഹാർ, ആർ കെ പുരം, ദ്വാരക സെക്ടർ, മുൻക എന്നിവിടങ്ങളിൽ വായുമലിനീകരണ സൂചിക 400-ന് മുകളിലായിരിക്കുന്നു. പുകമഞ്ഞ് മൂടി കാർശാപരിധി കുറഞ്ഞതോടെ ഡൽഹിയിൽ 23 ട്രെയിനുകൾ ഇപ്പോൾ വൈകി ഓടുകയാണ്. ആർ അച്യുതൻ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അച്യുതൻ, പറയൂ. എസ്കെൻ, പൊതുവെ ഈ അതിശൈത്യ തരംഗം കണക്കിലെടുത്തുകൊണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് വിമാനത്താവളങ്ങൾക്കാണ് പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാഗ്രത പുലർത്തണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം വിമാന യാത്രകൾക്ക് ഈ പുകമഞ്ഞ് അത് വെല്ലുവിളിയാകും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം വിമാന സർവീസുകൾ നടത്തുവാൻ എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിനോടകം നൽകിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തുവാനാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 2 ദിവസത്തേക്ക് ഈ അതിശൈത്യ തരംഗം ഉത്തരേന്ത്യയിലാകെ തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇതിനിടയിലാണ് ഡൽഹിയിൽ വായു മലിനീകരണം അതീവ ഗുരുതരാവസ്ഥയിലേക്ക് കടക്കുന്നത്. ഈ 450 മുകളിലാണ് പൊതുവെയുള്ള എയർ ക്വാളിറ്റി ഇൻഡെക്സ്. ഇതിൽ ഓരോ മേഖല തിരിച്ചു കഴിഞ്ഞാൽ ഈ ആനന്ദ് വിഹാർ, ദ്വാരക സെക്ടർ, ഗുരുഗ്രാം, നോയിഡ എന്നീ പ്രദേശങ്ങളൊക്കെ തന്നെ ഗുരുതരാവസ്ഥയിലാണ് വായു മലിനീകരണം തുടരുന്നത്. ഒപ്പം ഈ പുകമഞ്ഞും പലയിടങ്ങളിലും പുകമഞ്ഞിൻ്റെ സാന്നിധ്യവും രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. ഇത് കാഴ്ച പരിധി കുറച്ചിട്ടുണ്ട്. ദൃശ്യപരിധി ഈ ആഗ്രയിലും ഒപ്പം ജമ്മു കാശ്മീരിലും 0 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയെ സംബന്ധിച്ചും കാഴ്ച പരിധിക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിരത്തിലെ വാഹനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഈ പുകമഞ്ഞിന്റെ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫോഗ് ലാമ്പുകൾ ഉപയോഗിക്കണം, അമിത വേഗത പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങൾ. ഒപ്പം പല ആളുകളിലും ഈ രാവിലെ പുലർച്ചെ നടക്കാനിറങ്ങുന്ന ആളുകളായിരുന്നാലും അവരിൽ ശ്വാസതടസ്സം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കണ്ടുവരുന്നുണ്ട്. അത് ഈ ഒരു വായു മലിനീകരണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നത്. നിലവിൽ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത് ഗ്രാബ് 3 പ്രകാരമുള്ള നിയമ നടപടികളാണ്. പക്ഷേ ഗ്രാബ് 3 നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ഡീസൽ പെട്രോൾ വാഹനങ്ങളിൽ ഈ BS3 പെട്രോൾ വാഹനങ്ങൾക്ക് BS4 ഡീസൽ വാഹനങ്ങൾക്കും ഈ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വായു മലിനീകരണം കുറയ്ക്കുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ആ ഒരു ഘട്ടത്തിൽ ഗ്രാബ് 4 നടപ്പിലാക്കുന്നത് ഇപ്പോൾ സർക്കാരിൻ്റെ ആലോചനയിലുണ്ട്. അത് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡുമായി കൂടി ആലോചിച്ച ശേഷമായിരിക്കും. അതായത് വരുന്ന ദിവസങ്ങളിൽ വായു മലിനീകരണം കൂടുവാനുള്ള സാധ്യതകൾ മുന്നിലുണ്ടെങ്കിൽ അത് കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഗ്രാബ് 4 നടപ്പിലാക്കുന്ന സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുക. എന്തായാലും ഈ അതിശൈത്യത്തോടൊപ്പം വായു മലിനീകരണം രൂക്ഷമായതോടുകൂടി ഡൽഹിയിലെ ജനജീവിതത്തെ ആകെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്നും ചേർന്നത്.